ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വീട് പണി നടക്കുന്ന ഒരുപാട് ആൾക്കാർ തേപ്പിൻ്റെ സ്റ്റേജിലെത്തിയല്ലേ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സിമെൻറ്റ് പ്ലാസ്റ്റിംഗ് ആണോ ജിപ്സം പ്ലാസ്റ്റിംഗ് ആണോ നല്ലതെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ജിപ്സം പ്ലാസ്റ്റിംഗ് നടക്കുന്ന ഒരു വീട്ടിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. സുമേഷ്, ജിപ്സം പ്ലാസ്റ്റിംഗ് ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യൂലേ? നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം എത്രയായി തുടങ്ങിയിട്ട്? ഒരാഴ്ച കൊണ്ടാട്ടോ ഈ ഒരു വലിയൊരു വീട്. ഒരു വലിയൊരു വീട് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു വീട് അല്ലേ? ഒരു വെറൈറ്റി വീടാണ്. ഈ ഒരു വീടിൻ്റെ ഒരു വീഡിയോ ഒരു ഹോം ടൂർ ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെയൊക്കെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചുമര് ഇങ്ങനെ തേച്ചിട്ട് ഇതുവരെ എത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് ഈ ഒരു മേഖലയിലുള്ള ആളാണല്ലേ? ഒരു 10 വർഷത്തോളമായിരുന്നു അല്ലേ? അപ്പോൾ സുമേഷ് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെളാരി നടക്കുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഈ വർക്കിന്റെ മുന്നിലെ ചുമര് ഒക്കെ ഇങ്ങനെ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കണ്ടാൽ വേഗം മനസ്സിലാവട്ടെ എന്തെങ്കിലും കുഴപ്പം പാടിട്ടുണ്ടെങ്കിൽ. മെയിനായിട്ട് പണി അറിയുന്ന ആൾക്കാർ, പണീനെ പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ജനലിന്റെ ഈ ഒരു കര, ഈ ഒരു മുക്ക്, ഇതൊക്കെയാണ് പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് കൈ വെച്ച് ഇങ്ങനെ നോക്കുക. അത് പിന്നെ പറയണ്ട, അടിപൊളി ഫിനിഷിങ്. ഇത് പിന്നെ പെയിന്റ് അടിച്ചാൽ മാത്രം മതി. സിമെന്റ് കൊണ്ട് ചെയ്യണ സമയത്ത് അതിൽ വൈറ്റ് സിമെന്റ് അടിക്കണം. അത് കഴിഞ്ഞ് പുട്ടിയിടണം. അത് വെറുതെ എത്രമാതിരി പൊടി വരും അല്ലേ സുമേഷ്? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ജിപ്സം പ്ലാസ്റ്റിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കലുണ്ട്. അപ്പോൾ ഇതിന്റെ നല്ല വശങ്ങളും വരണം, ഇതിന് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ. പിന്നെ ഈ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിന്റെ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോൾ, ഇതിന്റെ പണിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്. ജിപ്സം പ്ലാസ്റ്റിക് നമ്മൾ പുറം ഭാഗത്ത് ചെയ്യാതൊക്കെയാണ് ഏറ്റവും നല്ലത്. ഉള്ളേരിയകൾ മാത്രം. അപ്പോൾ ഈ സിറ്റ് ഔട്ട് ഉണ്ട്, ഇതിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെയ്യാം. ഇതിന്റെ പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, ജിപ്സം പ്ലാസ്റ്റിക് പുറത്ത് ചെയ്യാനുള്ള വാട്ടർ പ്രൂഫ് ആയിട്ട് വരണില്ലേ? വാട്ടർ പ്രൂഫ് കോട്ടിങ് അടിക്കുക, അത് കറക്റ്റ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വരുന്നില്ല. ശരിക്കും വാട്ടർ പ്രൂഫ് അല്ല. അത് ഒരു വാട്ടർ പ്രൂഫിന്റെ കോട്ടിങ് അടിക്കുക. അതിന്റെ കാലാവധി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളവിടെ നിന്ന് തീരെ പറ്റില്ലല്ലേ? എപ്പോഴും മഴ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അത് എന്തായാലും നടക്കുന്നതല്ല. അപ്പോൾ ഉള്ളിൽ ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ അടുക്കളയോ? അടുക്കളയിൽ നമുക്ക് ടൈലൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു ഭാഗം ഒഴിവാക്കി കഴിയാം. ടൈൽ ഒട്ടിക്കുന്ന ഭാഗത്ത് അതും ഒരു ഇതാട്ടോ. ടൈൽ ഒട്ടിക്കുന്ന ഭാഗത്ത് ഇത് ഇടാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ ബാത്റൂമിൽ അതല്ലാത്ത സ്ഥലത്തുണ്ടല്ലോ, ഹാളിൽ, ഈ റൂമിലൊക്കെ ജിപ്സം പ്ലാസ്റ്റിക് വെച്ചാൽ വേറെ ലെവൽ തന്നെയാണ്. അതായത് ഒരാഴ്ച കൊണ്ട് പുട്ടിട്ട് ഒരതി നല്ല മിനുസാണ് ഈ ലെവലിൽ എത്തും. അപ്പോൾ ഇതിന്റെ പുറംഭാഗമൊക്കെ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്തിട്ട് വാട്ടർ കട്ടിങ് വരെ വെച്ചിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഉള്ളിൽ ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുക. പുറത്ത് ഈ ഒരു പാരപ്പറ്റും കാര്യങ്ങളും മഴ നനയണ ഭാഗങ്ങളിലൊക്കെ തേച്ചിട്ട് വൈറ്റ് സിമെന്റ് അടിച്ച് പുട്ടിയിടണമെന്നില്ല, സിമെന്റ് അടിച്ച് പെയിന്റ് അടിച്ച് റെഡിയാക്കിയാൽ മതി. സുമേഷ്, അപ്പോൾ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു 38 രൂപ മുതൽ 45 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. കാരണം പല മെറ്റീരിയലും പല റേറ്റ് ആണ്, പല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ HDMR ഗ്രേഡിൽ വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഒരു 45 വരെയാണ് റേറ്റ് പറഞ്ഞത്. നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. ഈ ചെറിയ ചുമരുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണി കുറച്ച് കൂടുതലേ? പണി കുറച്ച് കൂടുതൽ. വലിയ ചുമരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സൈറ്റ് കണ്ടിട്ടനുസരിച്ച് റേറ്റ് റേറ്റ് കണ്ടതിനനുസരിച്ച് നമ്മൾ റേറ്റ് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ബ്രിക്ക് ചെങ്കല്ലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കുറച്ച് കൂടുതലേ? അതായത് കുറച്ച് മെറ്റീരിയൽ കുറച്ച് കൂടുതൽ കയറും. ഇവിടെ ഇപ്പോൾ ഏതാ ബ്രാൻഡ് ഉപയോഗിക്കുന്നത്? നമ്മൾ ജിപ്രോക്കിന്റെ ലൈറ്റന്മാരോട് ഉപയോഗിച്ച് അത്യാവശ്യം നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ പല ബ്രാൻഡും ചെയ്യുന്നുണ്ട്. സാർവിൻ പ്ലാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഏത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതാണ് ജിപ്രോക്കിന്റെ. അപ്പോൾ താഴത്ത് അതിന്റെ വർക്ക് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന്റെ വർക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബെഡ്റൂം, ഇതിൻ്റെ ഈ ഒരു ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം നമുക്ക്. അതിൻ്റെ റൂമിൽ അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇതാ ഈ ഒരു ലെവലിൽ ഇതിപ്പോൾ പണി നടന്നുകൊടുക്കുക. ഒരാഴ്ചയായിട്ടുള്ള ഇവിടെ പണി തുടങ്ങിയിട്ട്. ഇപ്പോൾ എല്ലാ പരിപാടികളും ഒരാഴ്ചേൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്ത് കുറച്ച് വർക്കും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിൻഡോ ഒക്കെ വരുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് തന്നെ ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എടുത്ത് പറയാൻ വേണം, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാത്റൂം, ഈ ഒരു വീടിൻ്റെ ബാത്റൂമിൽ ഇവിടെ സിമെൻറ്റ് കൊണ്ട് തേച്ചിട്ട് റഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ടൈൽ ഒട്ടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈൽ ഒട്ടിക്കുന്ന ഭാഗത്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ ഈ സിമെൻറ്റ് തേപ്പ് കഴിഞ്ഞിട്ടല്ലേ ശരിക്കും നിങ്ങൾ ഇത് ചെയ്യേണ്ടത്? സിമെന്റ് പ്ലാസ്റ്റിംഗ് കഴിഞ്ഞാലാണ് ആദ്യം ജിപ്സം ചെയ്തിട്ട് പിന്നെ സിമെന്റ് അല്ല ചെയ്യുന്നത്. ആദ്യം സിമെന്റിന്റെ നനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലാണ് വയറിങ്ങിന്റെ ഇതൊക്കെ വെച്ച്. ഇതൊക്കെ ഇതിന്റെ കൂടെ ഞങ്ങൾ ഉറപ്പിക്കില്ലേ? ഇതിന്റെ കൂടെ ഞങ്ങൾ ഉറപ്പിച്ചാണ്. ഇതാണ് അതിന്റെ സംഭവം അല്ലേ? കലക്കി മിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ച സാധനം ഇതിൽ ഇങ്ങനെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കല്ലേ? നാച്ചുറൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ്. കൈ പൊട്ടുന്നില്ല. മുകളിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ മാല് വെച്ചിട്ട് തൂക്കിട്ട് ഇറക്കി മുകളിൽ കറക്റ്റായിട്ട് തൂക്കിട്ട് ഒരേ ലെവലാക്കിയിട്ട് കറക്റ്റായിട്ട് തൂക്കിട്ടിട്ട് മാലിട്ടിട്ട് ഈ ഒരു മാല് കണക്കായിട്ട് ഒരു
തേച്ചിട്ട് ഈ ഒരു കോല് വെച്ചിട്ട് അരിഞ്ഞെടുക്കുന്ന ഒരു പരിപാടി. അങ്ങനെ തന്നെ നമ്മളെ സിമെന്റ് പ്ലാസ്റ്റിക് ചെയ്യുന്ന പോലെ തന്നെ 2 മാല് വെച്ചിട്ട് കോലോട് തള്ളി പലഘടന രീതിയിൽ ഇത് മൊത്തമായിട്ട് കൈകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. അതെ, സാധാരണ നമ്മൾ സിമെന്റൊക്കെ കൈമിലാക്കിയാൽ കൈ പൊട്ടി നാശമാവില്ല. ഇതിന് ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഇവരിപ്പോൾ ഡെയിലി ഈ ഒരു കൈ കൊണ്ടാണ് ഇങ്ങനെ തേച്ച് ബൈ ഹാത്ത് ഖറാബ് നെയ് അത് നാച്ചുറൽ ആയതുകൊണ്ട്. ഇത് ശരിക്കും എന്താ സംഭവം സുമേഷേ? ഗൾഫ് നടന്നു വരുന്നൊരു അവിടുത്തെ പാറ, ഒരു തരം പാറ അല്ലേ? അവിടുന്ന് മൈൻ ചെയ്തെടുത്തിട്ട് ഇത് പെട്ടെന്ന് സെറ്റ് ആവണം. നമ്മളിവിടുത്തെ കളിമണ്ണ് പോലത്തെ, കളിമണ്ണല്ല ഒരു മണ്ണ് സെറ്റ് ആവുന്ന രീതിയിൽ ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അതൊക്കെ നല്ല സെറ്റായി പോകും, ഹാർഡായി. അപ്പോൾ അത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നാച്ചുറൽ ആയിട്ട് നല്ലൊരു കൂളിംഗ് ഒക്കെ കിട്ടുന്ന, അപ്പോൾ നല്ല തണുപ്പുണ്ട്. അതിപ്പോ തേച്ചതുകൊണ്ടാണ് ഇത്ര തണുപ്പ് അല്ലേ? ഈ തണുപ്പ്. ഇതിപ്പോ എത്ര ശരിക്കും ഇതിന്റെ മാക്സിമം എത്ര കനത്തിൽ വരെ തേക്കാൻ പറ്റും? ഇതൊരു 12 mm ആണ് അതിന്റെ ശരിക്കും 12 mm വരെ ആണ് അതിന്റെ വരുന്നത്. അത്രയൊന്നും വരേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? സാധാരണ ഒരു വീടിന്റെ ഈ ചെങ്കലുകൊണ്ട് പെടുത്തുക അത്രയൊന്നും കനം വരാൻ സാധ്യതയില്ല. അപ്പൊ അതാ ഈ ഒരു ഏരിയ അവര് ഇവിടെ ഒരു മാല് വരുന്നുണ്ട്, അപ്പുറത്തൊരു കോല് വെച്ചിട്ടുണ്ട്, അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഒരു വടി വെച്ചിട്ട് അരിഞ്ഞെടുക്കുന്ന. ഇത് കലക്കി വെച്ചാല് പെട്ടെന്ന് സെറ്റ് ആവുക, ഒരു 10 മിനിറ്റ് ഒക്കെ നിൽക്കുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ കുറച്ച് വേസ്റ്റ് ഇതുപോലെ അതിന്റെ ഇത് വരും. ഇതിപ്പോ മണ്ണിലിട്ടാലൊന്നും പ്രശ്നമില്ല, സംഭവം ചെടികളൊക്കെ വളരൂല്ലേ? ഈ വടി കൊണ്ട് തന്നെയാണ് ശരിക്കും ഈ മിനുസം വരണത്. വേറെ അതുപോലെ പിന്നെ പൊട്ടി ബ്ലേഡ് ഇട്ടിട്ട് പപ്പടം ഇട്ടിട്ട് ക്ലിയർ ആണ്. ഈ ഇത്രയും ലൂസിൽ രണ്ടാമത് അതിന്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കൂലേ? ഓക്കെ, അങ്ങനെയാണ് ആ മിനുസം വരുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു പത്രം അല്ലേ? അപ്പോൾ ആ ഒരു പത്രം വെച്ചിട്ട് നല്ല ലൂസിൽ പിന്നെ അതിൻ്റെ മുകളിൽ തേച്ച് മിനുസാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വേസ്റ്റ് വരുന്ന സംഭവം ഈ ഒരു അടുത്ത ചുമരും കൂടി തേച്ച് പിടിപ്പിച്ചവിടെ വരും അല്ലേ? അപ്പോൾ എംസാൻഡ് വേണ്ട, സിമെന്റ് വേണ്ട, പൂഴി വേണ്ട, ഒന്നും വേണ്ട. പാക്കറ്റ് കൊണ്ടുവരിക, കലക്കുക, തേച്ച് പിടിപ്പിക്കുക. ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് വെള്ളമാക്കുന്ന സമയത്ത് ഇത് ലൂസായി ഇതിന് കിട്ടുമോ? കറക്റ്റായിട്ട് ഇത് ജോയിന്റ് ആക്കി വരാൻ പറ്റില്ല. അത് പിന്നെ ആ ജോയിന്റ് അറിയില്ല, ഇങ്ങനെ ഒരു ജോയിന്റ് ഉള്ള അറിയില്ല അല്ലേ? അതിപ്പോ മേലെ ഞങ്ങൾ ആദ്യം ഏറ്റവും ടോപ്പിലാണ് വൈറ്റ് കളർ, അത് മുമ്പ് ചെയ്ത് വെച്ചാൽ അതിന്റെ ശേഷം ചെയ്താൽ അത് ഇന്നലെ ചെയ്താ മേലൊക്കെ അറിയില്ല. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഫുള്ള് ഒരേ വൈറ്റില്. ഇതിന്റെ വേറൊരു കാര്യം കൂടി ചോദിക്കാതെ സുമേഷേ, ഇത് പിന്നീട് പൊളിഞ്ഞു പോകുന്നുള്ളതാണ്, മുക്ക് പൊളിഞ്ഞു. അതൊരു ഒരുപാട് ആൾക്കാർ ചോദിക്കണം. അത്യാവശ്യം പാറ പോലെ ഉറച്ചിട്ടുണ്ട് അല്ലേ? നല്ല ഉറപ്പുണ്ട് കേട്ടോ, പാറ പോലെ തന്നെ. നമ്മളെ ഇപ്പോഴത്തെ പീസാൻഡോണ്ട് ചെയ്ത് കഴിഞ്ഞാലേ മുക്കുമൂലൊക്കെ ഒഴിഞ്ഞു വരുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ തേച്ച് കഴിഞ്ഞ ഭാഗങ്ങളിലൊന്ന് ആ ഒരു മൂല ഒന്ന് പിടിച്ചേക്കല്ലോ. ഇതൊക്കെ നിങ്ങൾ ജിപ്സം പ്ലാസ്റ്റിക് ചെയ്തല്ലേ? അത് ഉറപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. സിമെന്റിനായിട്ട് ഉറപ്പുണ്ടെന്ന് തന്നെ പറയണം കേട്ടോ. അല്ല അപ്പോൾ കാരണം നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത് ചെയ്യണ സിമെന്റ് ചെയ്യണ ആളായതുകൊണ്ട് നമ്മൾ ഇതിനെ മോശപ്പെടുത്തി പറയാൻ പാടില്ല, ഉള്ള പോലെ തന്നെ പറയണം. അപ്പോൾ സുമേഷ് ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിലൊക്കെ നെറ്റ് വെച്ചിട്ടാണ് ചെയ്യുക അല്ലേ? ഇതെങ്ങനെ ഈ ബീമും കല്ലും ചെയ്യും? അങ്ങനെ നെറ്റ് വെച്ചിട്ട് ഇതൊരു എന്താ പറയുക വിള്ളൽ വരാതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സ്ഥലത്തൊക്കെ നെറ്റ് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ചെയിൻ കോണീൻ്റെ അടിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് റിസ്ക് പരിപാടി അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അളവും ഇതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വരുമ്പോൾ ചോദിക്കണം എന്ന് ചോദിച്ചിരുന്നു, ഈ ബീമിൽ ഇത് കളർ അടിച്ച സംഭവം അത് ബോണ്ടിറ്റ് അടിച്ചാണത്. ഷീറ്റ് ഇട്ടോണ്ട് കുറച്ച് മിനുസായിരിക്കല്ലോ, അപ്പോൾ കുറച്ച് റഫ് ഇട്ടാൻ വേണ്ടിയിട്ട് ബോണ്ടിറ്റ്. അതായത് ഇതിന്റെ സീലിങ്ങിനും ബീമിനും കോൺക്രീറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് ചെയ്യണതിന്റെ മുന്നേ എന്താണ് ബോണ്ടിറ്റ് അടിക്കണം, എന്നാലും അതാണ് കുറച്ച് പിടുത്തം കിട്ടും. അതേപോലെ തന്നെ അവിടെയൊക്കെ കണ്ടില്ലേ കളർ മാറിയിട്ട് വരുന്നത്. ഈ സീലിങ്ങിനൊക്കെ വലിയ പൂഴിത്തരി പോലത്തെ ഒരു തരി വരുന്നുണ്ട്, അതുകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകം നാച്ചുറൽ ആവണമെന്നുണ്ടെങ്കിൽ, നല്ല തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല പെട്ടെന്ന് പണി തീരണമെന്നുണ്ടെങ്കിൽ, നല്ല കോസ്റ്റ് എഫക്റ്റീവായിട്ട് പെട്ടെന്ന് പണി തീരണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ ജിപ്സം പ്ലാസ്റ്റിക് ആണ് ലാഭം അല്ലേ? അതായത് നമ്മളിപ്പോൾ ജിപ്സം പ്ലാസ്റ്റിക് ചെയ്താൽ ഈ ഒരു ഘട്ടം വരെ എത്തി, ഇത് കഴിഞ്ഞിട്ടുള്ള ചിലവ് ആലോചിക്കുമ്പോൾ പൊട്ടി ഫിനിഷിംഗ് വരെ എത്തി ജിപ്സം ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ പെയിന്റിന്റെ കാര്യം അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് അതിനും കോസ്റ്റ് കുറവായിരിക്കും, കുറച്ച് പെയിന്റ് മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് വീടിന്റെ ഉള്ളിൽ എന്തുകൊണ്ടും നല്ലത് ജിപ്സം പ്ലാസ്റ്റിക് ആണ്, പുറത്ത് സിമെന്റ് പ്ലാസ്റ്റിക് ആണ്. ഇന്റർലോക്ക് കൊണ്ട് ചെയ്യുന്ന വീടുണ്ടല്ലോ കട്ട, അതെ അതുപോലെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അത് തന്നെയാണ് ചെയ്യുന്നത്. അത് അധിക പേരും ഇന്റർലോക്ക് കൊണ്ട് ചെയ്യുന്നത് ഈ ഒരു ജിപ്സം പ്ലാസ്റ്റിക് ചെയ്തിട്ട് പെട്ടെന്ന് പണി തീർക്കാനും
പിന്നെ നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അത് നമ്മളിവിടെ അടുത്തൊരു വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് മടി എന്താ വെച്ചാൽ പുറം ചെയ്യുമ്പോൾ ഇത് മാത്രം പക്ഷേ പുറം സിമെന്റ് കൊണ്ട് ചെയ്താലും ഉള്ളതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലാഭമുണ്ട്. കാരണം പെയിന്റ് മെയിനായിട്ട് പുട്ടിയിടുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യുന്നതാണ് നല്ലത്. പുട്ടിയിടുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ പിന്നെ ഓരോതണ്ട പുട്ടിട്ട് ഓരോതണ്ട നമ്മളെ വർക്ക് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഒരു വീട് ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഫുള്ളായിട്ട് ഫിനിഷ് ആക്കി അത്യാവശ്യം ലോങ്ങൊക്കെ ചെയ്യാനുള്ള ആളുകളൊക്കെ ആയിട്ടുണ്ടല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട് കൂടെ. ഓക്കെ, അപ്പോൾ 2-3 സൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തുള്ള സൈറ്റ് വന്നപ്പോൾ ചെയ്താണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ആളായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. അത്യാവശ്യം ഒരുപാട് കാലമായിട്ട് ഈ ഒരു മേഖലയിലുള്ള നല്ലൊരു രീതിയിൽ വർക്ക് ഒക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആർക്കെങ്കിലും ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സുമേഷിൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും സുമേഷിനെ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് നല്ലത്, ഏതൊക്കെ മെറ്റീരിയൽ മാർക്കറ്റിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. 10 വർഷമായിട്ട് ഈ ഇതിന്റെ മുന്നേ നിങ്ങൾ ഗൾഫിൽ ഈ ഒരു മേഖലയിൽ തന്നെയായിരുന്നു. 10 വർഷത്തിന്റെ മുന്നേ ഗൾഫിൽ ഈ ഒരു ജിപ്സം ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി അത്യാവശ്യം നല്ല അറിവുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ വെക്കാം. അതുപോലെ വർക്കിനും സുമേഷിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ വെക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബായ്.